ഞങ്ങൾ അയൽവാസികളാകുമ്പോൾ ഞങ്ങൾ അടുത്ത് വന്ന് എപ്പോഴും അവിടെയുള്ള എല്ലാവരോടും നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു മോനായിരുന്നു മൊത്തത്തിൽ. എപ്പോഴും വീട്ടിൽ അവിടെ വരുന്നതായിരുന്നു. എല്ലാവരും പറയുന്നൊരു കാര്യം, എപ്പോഴും വിളിച്ചാൽ എന്താവശ്യത്തിന് ഓടിയെത്തുന്ന സഹായിക്കും. എല്ലാവരെയും സഹായിക്കാൻ നല്ല മനസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. നിലവിൽ ശ്രുതിയെ കാണിച്ചതിന് ശേഷം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മൃതദേഹവുമായുള്ള ആംബുലൻസ് ഇങ്ങോട്ട് തിരിച്ചു പോന്നിട്ടുണ്ട്. നേരത്തെ സുൽത്താൻ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. അതിനുശേഷം ആണ്ടൂരിലെ നമ്മൾ നിൽക്കുന്ന ഈ ഓഡിറ്റോറിയത്തിലേക്ക്, ഗ്ലോറിയസ് ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരും, ഇവിടെ പൊതുദർശനത്തിന് വെക്കും എന്നാണ് അറിയിച്ചിരുന്നത്. അതിനിടയിലാണ് ശ്രുതിയെ കാണിക്കാൻ വേണ്ടി ഇന്നലെ ശ്രുതി മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജായ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ എത്തി മൃതദേഹം കണ്ടിരുന്നു. അതിനുശേഷം ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം വീണ്ടും ശ്രുതിയെ കാണിക്കാൻ വേണ്ടി കൽപ്പറ്റയിലേക്ക് തന്നെ മൃതദേഹം കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവിടെ നിന്ന് ആംബുലൻസ്, മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളമായി കൽപ്പറ്റയിൽ നിന്ന് ഇങ്ങോട്ട് അമ്പലവയൽ ആണ്ടൂരിലേക്ക് മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇവിടെ എത്തും. നിരവധി പേരാണ് വീട്ടിലും ഈ ഓഡിറ്റോറിയത്തിലും അവസാനമായി ജൻസനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു നാടൊന്നാകെ കേഴുന്ന സാഹചര്യമുണ്ട്. വലിയ തരത്തിൽ വേദനയോട് കൂടിയാണ് എല്ലാവരും ഉള്ളത്. നിങ്ങൾ എപ്പോഴാണ് വന്നത്? ജൻസനെ അറിയുന്ന ആൾക്കാരാണ്? ബന്ധുക്കളാണ്. ഞങ്ങളുടെ റിലേഷനാണ് മോനെ. ജൻസൻ ആരാണ്? എൻ്റെ ആങ്ങളേൻ്റെ മരുമകളുടെ ചേച്ചിയുടെ മോനാണ് അത്. ഞങ്ങൾ അയൽവാസികളാകുമ്പോൾ ഞങ്ങൾ അടുത്ത് വന്ന് എപ്പോഴും അവിടെയുള്ള എല്ലാവരോടും നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു മോനായിരുന്നു മൊത്തത്തിൽ. എപ്പോഴും വീട്ടിൽ അവിടെ വരുന്നതായിരുന്നു. എല്ലാവരും പറയുന്നൊരു കാര്യം, എപ്പോഴും വിളിച്ചാൽ എന്താവശ്യത്തിന് ഓടിയെത്തുന്ന എല്ലാവരെയും സഹായിക്കാൻ നല്ല മനസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. തീർച്ചയായും ഈ ഒരു വികാരം തന്നെയാണ് എല്ലാ ആളുകളും പങ്കുവെക്കുന്നത്. നാട്ടുകാരും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഇവർ നമ്മൾ ബന്ധുക്കളാണ് സംസാരിച്ചത്, ബന്ധുക്കളല്ലാതെ നാട്ടുകാരായിട്ടും സുഹൃത്തുക്കളായിട്ടും ഒക്കെയുള്ള ഒരുപാട് പേർ ഇതേ കാര്യം പങ്കുവെക്കുന്നുണ്ട്. ജൻസനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ശ്രുതിയുമായി വിവാഹം ഉറപ്പിച്ചിരുന്നു. ഈ മാസം അവസാനം വിവാഹം നടത്താനിരിക്കെയായിരുന്നു ഈ ഒരു അപകടമുണ്ടായത്. ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ, മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ കുടുംബാംഗങ്ങൾ, അതായത് അച്ഛനും അമ്മയും സഹോദരിയും അടക്കം ഏറ്റവും പ്രിയപ്പെട്ട 9 പേർ മരിച്ച ഒരാളാണ് ശ്രുതി. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇങ്ങനെ മുക്തയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഏറ്റവും അവസാനം ഇപ്പോൾ പ്രതിശ്രുത വരനായ ജൻസനെ കൂടി വിധി കവർന്നെടുത്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കൽപ്പറ്റ വെള്ളാരംകുന്നിലുണ്ടായ വാഹനാപകടത്തിലാണ് ജൻസൻ ഓടിച്ചിരുന്ന വാഹനം മറ്റൊരു സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ചത്. ഇതിൽ ശ്രുതിയും ജൻസനോടൊപ്പം മറ്റ് ബന്ധുക്കളും ഉണ്ടായിരുന്നു. അവർ 9 പേരുണ്ടായിരുന്നു. അവർക്കും പരിക്കുണ്ട്. പക്ഷേ ജൻസനാണ് ഗുരുതരമായി പരിക്കേറ്റത്.